പത്മ ലളിതാസഹസ്രനാമം ധ്യാനം ഇന്ന് നമ്മൾ പൂർത്തീകരിക്കുന്ന വരികളാണ്. ആ വരികൾ ഇതാണ്: അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. അണിമാതിഭിരാവൃതാം, അഷ്ടസിദ്ധികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അഷ്ടസിദ്ധികൾ എന്നാൽ ഇവയാണ്: അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യ, ഈശിത്വം, വശിത്വം എന്നീ അഷ്ടസിദ്ധികളാൽ ആവൃതമായ, അതായത് ഒരു തടസ്സവുമില്ലാത്ത ആവർത്തനത്താൽ, അതാണ് അണിമാതിഭിരാവൃതാം. ഈ ധ്യാന ശ്ലോകം ചൊല്ലി സഹസ്രനാമത്തിലേക്ക് കടക്കുമ്പോൾ അഷ്ടസിദ്ധികളുടെ പ്രാപ്തികളോടുകൂടിയാണ് നമ്മൾ കടക്കുന്നത്. ആവൃതത്താൽ. മയൂഖൈ, അതായത് മയൂഖൈ എന്നാൽ റേ ഓഫ് ലൈറ്റ് എന്നാണ്, എ ബീം ഓഫ് ലൈറ്റ്. പുറമേ ഉള്ളത് എന്നുള്ളതല്ല എന്ന് നമുക്കറിയാം. ഉള്ളിലുള്ള ചേതനയിൽ, ചിത്തത്തിൽ അമ്മ നൽകുന്ന അഷ്ടസിദ്ധികളുടെ ഒരു പ്രകാശരശ്മികൾ. അത് തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് സഹസ്രനാമത്തിലേക്ക്. എത്ര ഡെപ്തിലുള്ളതാണെന്ന് ആലോചിക്കുക. അണിമാതിഭിരാവൃതാം മയൂഖൈ, ആ ചിത്തത്തിലേക്ക് ഉദിച്ചുയരുന്ന പ്രകാശരശ്മികളാൽ, അഹമിത്യേവ, ആ ജ്വലിക്കുന്ന പ്രകാശരശ്മിയിൽ, അഹമിത്യേവ, ഞാൻ എന്ന സർവ്വതും, ഞാൻ എന്ന എല്ലാ ഐഡന്റിറ്റിയും, അഹംബോധം, അഹംഭാവം, അഹന്ത, അഹങ്കാരം, എൻ്റെ എല്ലാ ഐഡന്റിറ്റീസും ഇവിടെ അമ്മേ നീ എടുത്തുകൊള്ളുകയാണ്. അഷ്ടസിദ്ധികൾ ആവരണം ചെയ്ത എൻ്റേത് എന്ന് പറയുന്ന എല്ലാ ഐഡന്റിറ്റീസും അമ്മ ഇതോടുകൂടി മാറ്റി വിഭാവയേ ഭവാനീം, വിഭാവയേ, വിഭാവനം ചെയ്യുക. അതായത് ഭാവന, വിഭാവന. വിഭാവനം എന്നാൽ തികച്ചും എക്സ്റ്റേണൽ ആണ്, പുറം ലോകത്ത്. അതായത് നമ്മൾ ഇത് നേടണം എന്ന് പുറം ആലോചിക്കുന്നതിനെയാണ് വിഭാവനം എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയലായിട്ട് എക്സ്റ്റേണലി ഒരു കോസ് ഉണ്ടാവും അതിന്. അതായത് ഒരു സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് വിഭാവനം. എന്നാൽ ഭാവന എന്നത് തികച്ചും ഒരു ഇമോഷനാണ്, ഉള്ളിലാണ്, മനസ്സിലാണ്, മൈൻഡ്. ഈ പറഞ്ഞ ബ്യൂട്ടിഫുൾ സിനിമയുടെ സീനിലെ എക്സ്പ്രഷനാണ് ഭാവന. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് വിഭാവയേ, അഷ്ടസിദ്ധികളുടെ വിഭാവനം. പുറത്തെ ആവശ്യങ്ങൾ, കാമനകളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്ങനെയാണത്? ഉള്ളിലുള്ള പ്രകാശത്താലാണ്. വിഭാവയേ ഭവാനീം, നമ്മൾ മുൻപും പറഞ്ഞതാണ്. ഇവിടെ ഭവാനീം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാണെന്ന് ആലോചിക്കുക. കാരണം വിഭാവനം ചെയ്യുകയാണ്. അപ്പോൾ അമ്മ എന്താവും? ഭവാനീം. ഉള്ളിലെ ഇമോഷൻ അമ്മയാണ്. കാരണം അഹന്ത അവിടെ ഇല്ല, ഞാൻ പോയി. അമ്മയാണ് അഷ്ടസിദ്ധികളായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരുന്നത്. അപ്പോൾ ഇന്റൻഷൻ ക്ലിയർ ആണ്. കാരണം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് ആരാണ്? പ്രവർത്തിക്കുന്നത് ആരാണ്? അമ്മ തന്നെയാണ്. അതാണ് ഭവാനീം, അസ്തിത്വത്തിൻ്റെ ദാതാവ്. സകല അസ്തിത്വത്തിൻ്റെയും ദാതാവായി അമ്മ ഉള്ളിൽ വിളങ്ങിക്കൊണ്ട് നമ്മളിലേക്ക് പുറമെ പ്രകാശിക്കും. അപ്പോൾ അതാണ് ഈ വരി കൊണ്ട് നമ്മളിലേക്ക് ധ്യാനം പൂർത്തീകരിക്കുന്നത്. അത്ര ഉറപ്പിച്ച ധ്യാനമാണ്. ഒരു കുറവുകളോടും കൂടിയല്ല, നിറവുകളോടുകൂടിയാണ് ധ്യാനിക്കുന്നത്. കാരണം അഷ്ടസിദ്ധികളാണ്. അപ്പോൾ ഇത് ധ്യാന ശ്ലോകം പൂർത്തീകരിക്കുകയാണ്. അണിമാതിഭിരാവൃതാം മയൂഖൈ
അഹമിത്യേവ വിഭാവയേ ഭവാനി. ജ്ഞാനശ്ലോകം പൂർത്തീകരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.